കണ്ണൂരിലെ കലാപത്തിന് ശേഷം ഇനി ആലപ്പുഴയിൽ ജി സുധാകരന്റെ ആരോപണങ്ങളാണ് സിപിഎമ്മിന് പ്രതിരോധിക്കാനുള്ളത്. നോക്കാം കേരളാംഗം. അഹല്യ കേരളാംഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അഹല്യ തരും ബെസ്റ്റ് റേറ്റ് ആൻഡ് ബെസ്റ്റ് സർവീസ്. അഹല്യ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കും കരുതലോടെ. പവേർഡ് ബൈ മിൽമ തൈര്, നന്മയുള്ള പാലിന്റെ മേന്മയുള്ള തൈര്. അമ്പലപ്പുഴയിൽ സിപിഐഎമ്മിനെതിരെ താൻ സ്വതന്ത്രനായി മത്സരിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനത്തിന് ശേഷം വീണ്ടും സിപിഎമ്മിനെതിരെ ആരോപണങ്ങളുമായി എത്തിയിരിക്കുകയാണ് ജി സുധാകരൻ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൂന്നാം മൂഴം സഫലമാകില്ലെന്ന് ജി സുധാകരൻ പറഞ്ഞു. ജനം LDFന് വോട്ട് ചെയ്യില്ല, താൻ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ചേർത്തലയിൽ പോയി പി പ്രസാദിനെതിരെ പ്രസംഗിക്കും. സിപിഎമ്മിൽ നിന്നും തന്നെ ആരും പുറത്താക്കിയതല്ല, താൻ സ്വയം ഇറങ്ങിയതാണെന്നും ജി സുധാകരൻ പറഞ്ഞു. തനിക്ക് പാർലമെന്ററി വ്യാമോഹമാണെന്ന് പറയുന്നവർക്ക് നാണവും മാനവും ഉണ്ടോ എന്നും ജി സുധാകരൻ ചോദിച്ചു. സിപിഐഎമ്മിനെതിരെ വലിയ രീതിയിലാണ് തന്റെ വിമർശനങ്ങൾക്കെല്ലാം അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നത്. ജനം എന്തെല്ലാം ചെയ്താലും LDFന് ഇക്കുറി വോട്ട് ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിണറായി വിജയന്റെ മൂന്നാം മൂഴം എന്നുള്ള സ്വപ്നം, ആഗ്രഹം അത് സഫലമാകില്ല എന്നാണ് ജി സുധാകരൻ പറയുന്നത്. മാത്രമല്ല, മന്ത്രിമാർക്കെതിരെയും സജി ചെറിയാനും അതുപോലെ തന്നെ പി പ്രസാദ് അടക്കമുള്ള മന്ത്രിമാർക്കെതിരെയും ജി സുധാകരൻ രംഗത്തിറങ്ങും എന്ന് അദ്ദേഹം വളരെ സ്പഷ്ടമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വേണ്ടി വന്നാൽ ചേർത്തലയിൽ പോയി പി പ്രസാദിനെതിരെ താൻ പ്രസംഗിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ തൻ്റെ ഈ ഒരു മത്സരിക്കാൻ ഇറങ്ങുന്നത് അല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കും എന്നുള്ള തീരുമാനം തൻ്റെ പാർലമെന്ററി വ്യാമോഹം കൊണ്ടാണ്, അധികാരമോഹം കൊണ്ടാണ് എന്ന് പറയുന്നവരെയും അദ്ദേഹം കൃത്യമായി തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. അങ്ങനെ വിമർശിക്കുന്നവർക്ക് എന്തെങ്കിലും നാണവും മാനവും ഉണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. ടേം വ്യവസ്ഥ മാറ്റിക്കൊണ്ട് നിരവധി പേർ മത്സരിക്കുന്നില്ലേ? 3ഉം 4ഉം തവണയായി മത്സരിക്കുന്നവരുണ്ട്. ആലപ്പുഴയിൽ തന്നെ യു പ്രതിഭയും അതുപോലെ തന്നെ സജി ചെറിയാൻ അടക്കമുള്ളവർ 3 ടേം മത്സരിക്കുന്നവരാണ്. തൻ്റെ കാര്യത്തിൽ മാത്രം എങ്ങനെയാണത് പാർലമെന്ററി വ്യാമോഹമാകുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അത്തരത്തിലുള്ള ഒരു വ്യാമോഹവും തനിക്കില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എത്ര തവണ മത്സരിക്കണം അത് അവരുടെ ഇഷ്ടമാണ്, പാർട്ടി പറയുന്നതാണ് അവരോട് മത്സരിക്കാൻ. അത്തരത്തിൽ ആർക്കെങ്കിലും ഇതിൽ മത്സരിക്കണമെന്ന് അഥവാ തോന്നുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു തെറ്റാണോ എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത്. 3ആം തവണയും 4ആം തവണയും മത്സരിക്കണം എന്നൊരാൾ പറയുന്നത് ഒരു വലിയ തെറ്റാണോ എന്നുള്ളൊരു ചോദ്യവും ജി സുധാകരൻ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അമ്പലപ്പുഴ മണ്ഡലത്തിൽ അദ്ദേഹം തൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞു. പ്രചാരണത്തിന് പ്രത്യേകമായ ഒരു കൺവെൻഷനോ അല്ലെങ്കിൽ ചുമരെഴുത്തുകളോ ഫ്ലക്സുകളോ അങ്ങനെ ഒന്നും തന്നെ വേണ്ട എന്നാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. UDF പിന്തുണ അറിയിച്ചിട്ടുണ്ട്, അത് താൻ സ്വീകരിക്കും. കഴിഞ്ഞ ദിവസം UDF നേതാക്കൾ തന്നെ വന്ന് കണ്ടിരുന്നു. അവർ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അവർ തനിക്ക് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തുകയാണെങ്കിൽ അതിലേക്ക് തനിക്ക് ക്ഷണമുണ്ടെങ്കിൽ പങ്കെടുക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ആരുടെ സഹായവും താൻ സ്വീകരിക്കും. സഹായിക്കാൻ തയ്യാറുള്ള ആളുകൾ സഹായം വാഗ്ദാനം ചെയ്താൽ അത് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും താനായി ചുവരെഴുത്തുകൾ നടത്തുകയോ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തുകയോ അതൊന്നും ചെയ്യുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, തനിക്കെതിരെ ഇനി എന്തൊക്കെ വിമർശനങ്ങൾ വന്നാലും ജനം വോട്ട് ചെയ്യും എന്നുള്ളൊരു ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. മാധ്യമങ്ങളുടെ പല ചോദ്യങ്ങൾക്കും അദ്ദേഹം പഴയ പല കാര്യങ്ങളും ഇപ്പോൾ കുത്തിപ്പൊക്കുകയാണ്. ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് മാധ്യമങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര വേണമെങ്കിലും തനിക്കെതിരെ പറഞ്ഞോളൂ, എത്ര വിമർശനങ്ങൾ വേണമെങ്കിലും ഉന്നയിച്ചോളൂ, ആ വിമർശനങ്ങളെല്ലാം തനിക്ക് വോട്ടായി മാറുകയേ ഉള്ളൂ എന്നൊരു ആത്മവിശ്വാസം കൂടി അദ്ദേഹം പ്രകടിപ്പിച്ചു.